നമ്മൾ കോൺസെൻട്രേഷൻ പ്രോസസ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതാർക്ക് വേണ്ടിയിട്ടാണ്, ഇതെങ്ങനെയുള്ള ഓർഗന് വേണ്ടിയിട്ടാണ് എന്താ പറയുക എംപ്ലോയ് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ബാക്കി 3 പ്രോസസ്സുകളെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോന്നിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓരോ മെത്തേഡും എങ്ങനെയുള്ള ഓറുകൾക്ക് വേണ്ടിയിട്ടാണ് എംപ്ലോയ് ചെയ്തതെന്ന് ആദ്യം പറയണം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അടുത്തത് മൂന്നാമത്തത് ലീച്ചിങ്. ഏതാ? ലീച്ചിങ്. Or this is called hydrometallurgy. എന്താണ്? ഹൈഡ്രോമെറ്റലർജി. മറക്കരുതേ. ഇവിടെ എന്താ ചെയ്യുന്നത് അറിയാവാ? ഇവിടെ ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു. അപ്പൊ ചോദിക്കും എന്താണ് അതിന്റെ പ്രത്യേകത? എന്നറിയോ? എല്ലാ സൊല്യൂഷനും പറ്റൂല. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ഓർ ആഡ് ചെയ്യുന്നു. അതെവിടെ നിന്ന് കിട്ടി? അത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടി. ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ കഴിഞ്ഞപ്പോൾ, ഈ സ്റ്റെപ്പിന് തൊട്ട് മുമ്പുള്ള ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ പൗഡേർഡ് ഓർ ഉണ്ടല്ലോ, ആ പൗഡേർഡ് ഓറിന് ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ഇതാണ് ആ സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. ഇതിലൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിലേക്ക് പൗഡേർഡ് ഓർ നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. അങ്ങനെ ഇളക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് അറിയാവോ? ഓൾ പാർട്ടിക്കിൾസ് ഈ സൊല്യൂഷനുമായി കമ്പൈൻ ചെയ്യണം. സൊല്യൂഷനിൽ സൊല്യൂബിൾ ആവണം. ഓൾ പാർട്ടിക്കിൾസ് മാത്രം, ഗ്യാങ് അല്ല. ഗ്യാങ് പാർട്ടിക്കിൾസ് ഈ സൊല്യൂഷനിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കണം, ലയിച്ച് ചേരാൻ പാടില്ല. ഗ്യാങ് പാർട്ടിക്കിൾസ് മസ്റ്റ് ബി ഇൻസൊല്യൂബിൾ ആൻഡ് ഓൾ പാർട്ടിക്കിൾസ് മസ്റ്റ് ബി സൊല്യൂബിൾ ഇൻ ദാറ്റ് സൊല്യൂഷൻ. അങ്ങനെയുള്ളൊരു സാധനം ഇതിലെടുക്കണം. ക്ലിയർ ആയോ? അതാണ് ഇതിന്റെ ബേസ്. ഓക്കെ, സോ ഇൻ ദിസ് മെത്തേഡ് ദി പൗഡേർഡ് ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് എ സ്പെഷ്യൽ സൊല്യൂഷൻ ഇൻ വിച്ച് ഓർ പാർട്ടിക്കിൾസ് ആർ സൊല്യൂബിൾ ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾസ് ആർ ഇൻസൊല്യൂബിൾ. ഇതിന് നമ്മൾ 2 എക്സാമ്പിൾ പഠിക്കുന്നു. ഓക്കെ, 2 പഠിക്കുമ്പോൾ 1 എക്സ്ട്രാ ആയിട്ട് പഠിക്കും. 2 പഠിക്കുമ്പോൾ 3 പഠിക്കുന്നത് ഈസിയേ, സോറി ഡിഫിക്കൽട്ടേ അല്ല, ഈസിയാണ് കേട്ടോ, ഈസിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ പിന്നെ 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? തുടങ്ങാം. ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ 1, the bauxite ore. What is that? This is the ore of aluminium. Okay, ore of aluminium, bauxite, Al2O3. Okay, concentration of what? Alumina. That means bauxite. നോക്കണം, ബോക്സൈറ്റ് ഓക്സൈഡ് ഓറാണ്. പക്ഷെ നമ്മൾ അവിടെ എന്തെല്ലാം ഉപയോഗിക്കുന്നത്? ഹൈഡ്രോളിക് വാഷിംഗ് അല്ല, നമ്മളവിടെ സ്പെഷ്യൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ലീച്ചിങ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എങ്ങനെ നടത്തുന്നു? ലീച്ചിങ് വഴി നോക്കാം. അപ്പൊ അവിടെ എന്ത് വേണം? ഒരു സ്പെഷ്യൽ സൊല്യൂഷൻ വേണ്ടേ? ഇവിടെ ഉപയോഗിക്കുന്ന ആ സൊല്യൂഷൻ ആണ് 45% കോൺസെൻട്രേഷൻ ഉള്ള NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. 45% NaOH സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു. അപ്പൊ എന്താ ചെയ്യുന്നോ? വലിയ ടാങ്കില് NaOH സൊല്യൂഷൻ എടുത്ത് കേൾക്കണേ. ചെയ്യുന്ന കാര്യം കുഞ്ഞുമക്കൾ കേൾക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, NaOH സൊല്യൂഷൻ. അതിലേക്ക് നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ബോക്സൈറ്റ് ആഡ് ചെയ്യുന്നു. പൗഡേർഡ് ബോക്സൈറ്റ്, പൗഡേർഡ് ഓർ.
ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാവോ? അപ്പോൾ അലുമിനിയം മീൻസ് ഫോർമുല എന്താ? A2O3 2H2O ബോക്സൈറ്റ് അലുമിനിയം. ആ ബോക്സൈറ്റ് ഉണ്ടല്ലോ, പൗഡേർഡ് ബോക്സൈറ്റ് ഓർ മാത്രം ഇതിൽ സൊല്യൂബിൾ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഓർ പാർട്ടിക്കിൾസ് മാത്രം സൊല്യൂബിൾ. അതായത് NaOH ബോക്സൈറ്റ് മാത്രം സൊല്യൂബിൾ ആകുന്നു. സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു സൊല്യൂഷനാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ല. ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂബിൾ ആയിട്ട് പുതിയൊരു സൊല്യൂഷൻ ആയിട്ട് അത് മാറി. ആ സൊല്യൂഷനാണ് NaAlO2. And this is called sodium metaluminate. തൊട്ട് മുമ്പിൽ എന്തായിരുന്നു? ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. ഇനി ഇതിന്റെ പേരെന്താ? സോഡിയം മെറ്റാലുമിനേറ്റ്. അപ്പൊ ഗ്യാങ് എന്താവും? ഗ്യാങ് എന്താവും അറിയാവോ? അതിൽ സൊല്യൂബിൾ ആവൂല, അത് മുകളിലുണ്ടാകും, പൊങ്ങിക്കിടക്കുന്നുണ്ടാകും. ഹെവിയർ ആണെങ്കിൽ താഴോട്ട് വരും. ഹെവിയർ ആണെങ്കിൽ താഴോട്ട് വരും, ലൈറ്റർ ആണെങ്കിൽ മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും. എനിവേ ബോക്സൈറ്റ് എന്താകും? ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് സോഡിയം മെറ്റാലുമിനേറ്റ് ആയിട്ട് മാറി. നമ്മൾ അതിനൊരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോ എന്താണ് ബോക്സൈറ്റ് പൗഡേർഡ് ഓർ A2O3 reaction A2O3 2H2O, which is the bauxite ore, which is treated with the 45% NaOH solution. Okay, the solution become 2NaAlO2 plus 3H2O. ഇതെന്താണ്? ഇത് സൊല്യൂബിൾ ആണ്. ഓക്കെ, ഇത് സൊല്യൂബിൾ ആണ്. അതായത് ഇപ്പോ നേരത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായ സൊല്യൂഷൻ സോഡിയം മെറ്റാലുമിനേറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇതിനെന്തുകൊണ്ട്? ഗ്യാങ് പാർട്ടിക്കിൾസ് കലങ്ങാതെ ബാക്കിയുണ്ട്. ഇനെന്താക്കണം? ഗ്യാങ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക. എങ്ങനെ റിമൂവ് ചെയ്യുന്ന അറിയാവോ? വലിയ പണിയൊന്നുമില്ല. വേറൊരു പാത്രം എടുത്ത് ആ പാത്രത്തിന്റെ മുകളിൽ ഫിൽട്ടർ പേപ്പർ വെച്ചാ വലിയ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നേ, കുറച്ച് എന്താ പറയാ ടെക്നോളജി ഉണ്ടാകുന്നത്. ഫിൽട്ടർ പേപ്പർ വെക്കുക, ഇതിനെതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, സോഡിയം മെറ്റാലുമിനേറ്റ് എന്നുള്ള സൊല്യൂഷൻ, ആ സൊല്യൂഷൻ താഴോട്ട് ഫിൽട്ടർ പേപ്പറിന്റെ താഴെ കൂടി ഊർന്നിറങ്ങൂ. അങ്ങനെ സോഡിയം മെറ്റാലുമിനേറ്റ്. ഓക്കെ, സൊല്യൂഷൻ ഇവിടെ വാക്യം ഇതാണ് സൊല്യൂഷൻ ഫിൽട്ടർ പേപ്പറിൽ. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ഇവിടെ കുടുങ്ങിക്കിടക്കും. ഗ്യാങ് പാർട്ടിക്കിൾസ് സൊല്യൂബിൾ അല്ലല്ലോ, അത് അവിടെ ഫിൽട്ടർ പേപ്പറിൽ കുടുങ്ങിക്കിടക്കും. ഇതാണ് ഫിൽട്രേറ്റ്. And this is impurities. Impurities removed. നമുക്ക് വേണ്ട, റിമൂവ്ഡ്. അത് കളഞ്ഞോ? ഏത് വേണം? ഇത് കളഞ്ഞൂടാ, ഫിൽട്രേറ്റ് കളഞ്ഞൂടാ, കാരണം അതിലാണ് അലുമിനിയം ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ് കുഞ്ഞൊക്കെ ക്ലിയർ ആയി. ഇപ്പൊ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ the filtrate sodium metaluminate is present in our hands. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ഇതുള്ളത് ഇതാണ്. ഇതിൽ നിന്ന് അലുമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനെന്താക്കണമെന്ന് അറിയാവോടെ കുഞ്ഞോളെ? വളരെ സിമ്പിൾ ആണ്. ആ സോഡിയം മെറ്റാലുമിനേറ്റിലേക്ക് വെള്ളമൊഴിക്ക്. H2O വെള്ളമൊഴിക്കുക, ചൂടാക്കുക. എന്താക്കുക? സോഡിയം മെറ്റാലുമിനേറ്റിലേക്ക് 2NaAlO2ലേക്ക് എന്താ ചെയ്യണം? അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക. 2H2O. ഓക്കെ, വെള്ളം ആഡ് ചെയ്ത് ചൂടാക്കുക. ഓക്കെ, ഡൈലൂട്ടഡ്. ഓക്കെ, ആ ചെയ്യുന്ന പ്രോസസ് കേൾക്കണം. ഇതാണ് നമ്മുടെ സൊല്യൂബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. അതിനെ ഡൈലൂട്ടഡ് വിത്ത് വാട്ടർ, ഹീറ്റഡ് ആൻഡ് സ്റ്റിയർഡ്. എന്ത് ഈസിയാണ് പറയാൻ?
നല്ലതുപോലെ ഇളക്കുക. വെള്ളമൊഴിക്കുക, ചൂടാക്കുക, നല്ലതുപോലെ ഇളക്കുക. അങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഗതി കാണാൻ പറ്റും. താഴെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സോഡിയം മെറ്റാലുമിനേറ്റ് ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കാൻ പോവാണ്. വെള്ളമൊഴിച്ച് ചൂടാക്കിയിട്ട് ഇളക്കുന്ന സമയത്ത് ഇതിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കും. ആ താഴെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് ആണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അതാണ് ഈ പ്രസിപ്പിറ്റേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ദിസ് ഈസ് ദി പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ ബാക്കിയൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെ സെപ്പറേറ്റ് ആയി. ഇനി നമുക്ക് ആരെ വേണം? ഈ സൊല്യൂഷന് വേണം, താഴെ പ്രസിപ്പിറ്റേറ്റ് വേണം. എന്തേ? അതിലാണ് അലുമിനിയം, ഇതിലല്ല. അപ്പൊ ഇതെന്താക്കുക? ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഫിൽട്ടർ പേപ്പർ വെക്കുക, അതിലേക്ക് ഈ സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പൊ എന്താവും? പ്രസിപ്പിറ്റേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് മുകളിൽ തങ്ങി നിൽക്കും. അതേസമയം സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ താഴെ ഉണ്ടാവും. ഇതിൽ ആര് വേണം? ഇതിനെ ചുരുട്ടിക്കൂട്ടി കളയണം പാടില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് precipitate is taken out. അപ്പൊ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ പുറത്തേക്ക് എടുക്കുക. നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് ചൂടാക്കുക. ആ ഫിൽട്ടർ പേപ്പറിൽ കിട്ടിയ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ വേറൊരു ഡിഷിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കുക. ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടല്ല, നല്ലതുപോലെ ചൂടാക്കുമ്പോൾ അതാ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഡികമ്പോസ് ചെയ്യുന്നു. Al2O3 അലുമിന, ശുദ്ധമായ അലുമിന, പ്യുവർ അലുമിന. ഓക്കെ, പ്ലസ് 3H2O. വെള്ളം ഇതിന്റെ കൂടെ ഉണ്ടാവില്ല, കാരണം നല്ലോണം ചൂടാക്കുന്ന സമയത്ത് ആ വെള്ളം റിക്കവർ ചെയ്യും, സെപ്പറേറ്റ് ചെയ്യപ്പെടും in the form of steam. So the pure alumina is recovered from the impure bauxite. ഇതാണ് ഹൈഡ്രോമെറ്റലർജി വഴി, ലീച്ചിങ് വഴി ബോക്സൈറ്റിന്റെ സെപ്പറേഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഒരു സ്പെഷ്യൽ സൊല്യൂഷൻ ആര്? സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ആ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് പൗഡേർഡ് ആയിട്ടുള്ള അലുമിന ആഡ് ചെയ്യുന്നു. അലുമിന ആഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? യെസ്, അലുമിന ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അലുമിന ആഡ് ചെയ്യുന്ന സമയത്ത് ബോക്സൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബോക്സൈറ്റ് മാത്രം സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂബിൾ ആകുന്നു. അങ്ങനെ സോഡിയം മെറ്റാലുമിനേറ്റ് ഫോം ചെയ്യുന്നു. ആ ഫിൽട്രേറ്റിന് സൊല്യൂബിൾ ആയിട്ടുള്ള സൊല്യൂഷനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. ഇത് ഇമ്പ്യൂരിറ്റീസ് അവിടെ ഉണ്ടാകും, അതിന് ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഡൈല്യൂട്ട് ചെയ്യുക, ഹീറ്റ് ചെയ്യുക, നല്ലതുപോലെ ഇളക്കുക. അപ്പൊ എന്താകും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്യുക, ചൂടാക്കുക, അലുമിനിയം കിട്ടും. ഓക്കെ. അപ്പൊ ആ എക്സാമ്പിൾ പഠിച്ചു. ഇനി അടുത്തത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ട റിയാക്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട റിയാക്ഷൻസ്. ലീച്ചിങ് വഴി നമ്മൾ അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നതാണ് നേറ്റീവ് ഗോൾഡ് ആൻഡ് നേറ്റീവ് സിൽവർ. അതിലേതും ഒന്ന് പഠിച്ചാൽ മതി, മറ്റേത് റിയാക്ഷൻ ചെയ്യുന്നത് ഒരു പണിയേ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിൽവർ, അതേപോലെ തന്നെ പിന്നെ ഗോൾഡ്, ഇതെല്ലാം ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. എന്നാലും അത് നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതിനെ റിമൂവ് ചെയ്യുന്നത് ഈ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ സൊല്യൂഷൻ വേണ്ടേ? ആ സൊല്യൂഷനാണ് പൊട്ടാസ്യം സയനൈഡ് അല്ലെങ്കിൽ സോഡിയം സയനൈഡ്. ഏതെങ്കിലും ഒന്ന് എടുക്കാം, KCN or NaCN. ഓക്കെ. അപ്പൊ ഞാൻ റിയാക്ഷൻ പറയുന്നു, ജസ്റ്റ് റിയാക്ഷൻ മാത്രം. ഓക്കെ, രണ്ടാമത് എക്സാമ്പിൾ 2, കോൺസെൻട്രേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പാത്രത്തിൽ പൊട്ടാസ്യം സയനൈഡ് സൊല്യൂഷൻ എടുക്കുക. പൊട്ടാസ്യം സയനൈഡ് സൊല്യൂഷൻ എടുക്കുക. ആ പൊട്ടാസ്യം സയനൈഡ് സൊല്യൂഷനിലേക്ക് പൗഡർ ആയിട്ടുള്ള ഗോൾഡ്, ഇംപ്യൂർ ഗോൾഡ് ആഡ് ചെയ്യുക. പൗഡേർഡ് ഇംപ്യൂർ ഗോൾഡ്.
ഓക്കെ, അതായത് ഗ്യാങ് പാർട്ടിക്കിളുള്ള ഗോൾഡ് ആഡ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ റിയാക്ഷൻ ഇതാണ്. 4AU കേൾക്കണേ, 4AU ദിസ് ഗോൾഡ് ഇസ് ഇംപ്യൂർ. ഈ ഗോൾഡ് ഇംപ്യൂർ ആണ്, പറഞ്ഞോടാ, ഈ ഗോൾഡ് ഇംപ്യൂർ ആണ്. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള ആ ഗോൾഡിനെ നമ്മൾ എന്താണ് പൊട്ടാസ്യം സയനൈഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. ഇൻ ദി പ്രസൻസ് ഓഫ് water, that means solution is diluted. പൊട്ടാസ്യം സയനൈഡിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ. അപ്പൊ എന്താണെന്ന് അറിയോ, ഇത് ക്ലിയർ ആയിരുന്നു. പൊട്ടാസ്യം സയനൈഡിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷനിലേക്ക് എയറിന്റെ പ്രസൻസിൽ ഇംപ്യൂർ ആയിട്ടുള്ള ഗോൾഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാവുക, ഇംപ്യൂർ ഗോൾഡ് മീൻസ് ഗോൾഡ് പ്ലസ് ഗ്യാങ് പാർട്ടിക്കിൾസ്. ഗ്യാങ് പാർട്ടിക്കിൾസ് ഇതിൽ സൊല്യൂബിൾ ആകല, ഗോൾഡ് സൊല്യൂബിൾ ആകും. ഗോൾഡിൽ ലയിച്ച് എന്നിട്ട് എന്താണെന്ന് അറിയാവോ, ലയിച്ച് ചേർന്നിട്ട് ഗോൾഡ് എന്താണെന്ന് അറിയാം, അത് നേരെ ശ്രദ്ധിക്ക്. ഗോൾഡ് പൊട്ടാസ്യം സയനൈഡുമായിട്ട് ചേർന്നിട്ട് ഗോൾഡ് എന്താണെന്ന് പറഞ്ഞാല് 4K കേൾക്കണേ, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. 4KAuCN twice പ്ലസ് 4KOH. ഇത് സൊല്യൂഷൻ ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഈ കോംപ്ലക്സ് സൊല്യൂബിൾ ആയിട്ടുള്ള സാധനം കിട്ടും. ദിസ് ഈസ് സൊല്യൂബിൾ. നിങ്ങൾ സ്വർണ്ണം കാണാൻ കഴിയില്ല, അതിന് സ്വർണ്ണം നിങ്ങൾ കാണില്ല, അത് അതിൽ ലയിച്ചു ചേർന്നു. സ്വർണ്ണം അതിലുണ്ട്, കാണൂല. ആരെ കാണാൻ പറ്റും? ഇംപ്യൂരിറ്റീസ് മുകളിലുണ്ടാകും. ഇംപ്യൂരിറ്റീസ് മുകളിലോ താഴെയോ ഉണ്ടാകും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വെയിറ്റ്. ഓക്കെ, അതിന് നിങ്ങൾ ഇതിനെന്താക്കി, ഇതിനെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്തിട്ട് ആരെ കളയണം? ഈ സൊല്യൂഷനെ കളയണം. അത് കളഞ്ഞൂടാ. പിന്നെ ആരെ കളയണം? ഇംപ്യൂരിറ്റീസിനെ കളയണം. എന്നിട്ട് ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ നമ്മുടെ സൊല്യൂഷൻ KAuCN twice. അതൊരു കോംപ്ലക്സ് ആണ്. ആ സൊല്യൂഷനിലാണ് ഗോൾഡ് ഉള്ളത്, സൊല്യൂബിൾ ആയിട്ടാണ് ഗോൾഡ് ഉള്ളത്. അതിൽ നിന്ന് ഗോൾഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് ആ സൊല്യൂഷനിലേക്ക് സിങ്ക് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് അറിയാവോ, സിങ്ക് ഗോൾഡിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ്. അപ്പൊ എന്താവും, നമ്മൾ പണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ച പോലെ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അതായത് ഇപ്പൊ ഇതാണ് ആ സൊല്യൂഷൻ വിചാരിക്കാം. ഓക്കെ, ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ വിചാരിക്കാം. സിങ്ക് എന്താക്കുന്ന അറിയാവോ, സിങ്ക് ഇവിടെ വന്നിട്ട് സിങ്ക് ഇരിക്കും. ഓക്കെ, സിങ്ക് അവിടെ വന്നിട്ട് ഇരിക്കും, ഗോൾഡിനെ പുറത്താകും. ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാവോ, K2 ഇവിടെ വന്നിരിക്കും, സിങ്ക് വന്നിട്ടിരിക്കും, സിങ്ക് CN twice. സൊല്യൂഷൻ മാറി, അവിടെ ഉണ്ടായ ഗോൾഡ് പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് ഗോൾഡിന്റെ തരികൾ പുറത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഗോൾഡ് പ്യുവർ ആണ്, ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല. അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ബൈ ഫിൽട്രേഷൻ. ഓക്കെ ഓക്കെ, ഇതെങ്ങനെയാണ്? പണ്ടെല്ലാം നമ്മളെ വീടുകളിലേക്ക് പിന്നെ നാടോടികൾ വരും. എന്നിട്ട് അമ്മമാരോട് പറയും, നിങ്ങളുടെ പഴയ മങ്ങിയ സ്വർണം പുതുക്കി തരാൻ വേണ്ടിയിട്ട് വരും. അമ്മമാരോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ മങ്ങിയ കുറേ കാലം കഴുത്തിലും എന്താ പറയുക കാതിലെല്ലാം ചിലപ്പോൾ ചെറിയൊരു മങ്ങല വന്നിട്ടുണ്ടാവും, ഗോൾഡ് പഴയതായിട്ടുണ്ടാവും. അവരോട് പറയും, നിങ്ങൾക്ക് ഇതിനെ നല്ല തിളക്കത്തിലാക്കി തരാമെന്ന് പറയും. അങ്ങനെ നമ്മളെ അമ്മമാരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവർ വന്ന ശേഷം അവരുടെ കയ്യിൽ മാലയോ വളയോ ഒന്ന് ഊരിയിട്ട് കൊടുക്കും. അവരെന്ത് ചെയ്യുന്ന അറിയാം, അവർ പ്രത്യേക സൊല്യൂഷനിലേക്ക് മുക്കും. അതിനെ മുക്കിയിട്ട് വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടുണ്ട് നമ്മളോട് വർത്താനം പറയും. നമ്മൾ അവരുടെ വർത്താനത്തിൽ ഇങ്ങനെ മയം കേൾക്കുമ്പോൾ ഇവരിങ്ങനെ ഇളക്കിക്കൊണ്ടുണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്താക്കുമെന്ന് അറിയാവോ, ആ ഗോൾഡിന് ഇങ്ങനെ എടുത്ത് കാണിക്കും. എന്നിട്ട് നല്ല കഴുകിയിട്ട് ഒരു വെള്ളത്തിലൊക്കെ കഴുകി തരും. നല്ല തിളക്കം ഉണ്ടാവും അതിന്. എന്റെ സംഗതി എന്ന് അറിയാവാ, കുറേ കാലം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടിയും മറ്റൊക്കെ പറ്റി പിടിച്ചിട്ട് ഗ്യാങ് പാർട്ടിക്കിൾസ് പറ്റി പിടിച്ചിട്ടുണ്ടാകും. അവർ ആഡ് ചെയ്തത് എന്തിലേക്കെന്ന് അറിയാവോ, ആ സ്വർണത്തിനെ വാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തത് പൊട്ടാസ്യം സയനൈഡിന്റെയോ സോഡിയം സയനൈഡിന്റെയോ സൊല്യൂഷനിലേക്കാണ്. അപ്പൊ ഈ സോഡിയം സയനൈഡ് സൊല്യൂഷനിൽ ഗ്യാങ് പാർട്ടിക്കിൾസ് സൊല്യൂബിൾ അല്ല, അത് സെപ്പറേറ്റ് ആവും. അത് മുകളിൽ പൊങ്ങിക്കിടക്കും, അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഗ്യാങ് പാർട്ടിക്കിൾസ് പോകുമ്പോൾ സ്വർണം എന്തായി, പുതുപുത്തനായി. പക്ഷെ അവിടെ സംഗതി നടന്നിട്ട് കുറച്ച് സമയം ഇതിലേക്ക് ഇട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ ആ മാലയിൽ നിന്ന് കുറച്ച് സ്വർണം ഈ സൊല്യൂഷനിൽ സൊല്യൂബിൾ ആയിട്ടുണ്ട്. ഫുള്ള് സൊല്യൂബിൾ ആവുന്നതിന് മുമ്പ് അവരെന്താക്കും, അത് എടുത്തിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തൂക്കം കുറഞ്ഞ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവില്ല. അവർ പോകും. അവർ പോയിട്ട് അവരുടെ സങ്കേതത്തിലെത്തിയിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാവോ, അതിലേക്ക് സിങ്ക് ആഡ് ചെയ്യും. അത് ആ സ്വർണം താഴെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. നല്ല ബിസിനസ് അല്ലേ? മനസ്സിലായോ? സംഗതി മനസ്സിലായോ?
ഇതേപോലെ തന്നെ സിൽവറിന്റെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ ഗോൾഡിന് പകരം AU ഉള്ള സ്ഥലത്തെല്ലാം AG ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, AU ഉള്ള സ്ഥലത്ത് AG ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ രണ്ടെണ്ണം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ കുഞ്ഞോളെ?